ഹലോ വെൽക്കം എല്ലാവർക്കും പി എസ് ടോക്സിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയർ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ISRO പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ട് നമ്മൾ ISRO പറ്റി ഡിസ്കസ് ചെയ്യണം? ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടറാണ്, നിങ്ങൾ നിരന്തരം പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി ISRO പറ്റിയുള്ള എന്തെങ്കിലും ന്യൂസ് കാണും. ഇനി അത് മാത്രമാണോ? അല്ല, PSCയോ ISRO എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവർ തുടർച്ചയായിട്ട് PSCയുടെ ISROയുടെ പല പല ഇനിഷ്യേറ്റീവുകളെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ISRO ഡിസ്കസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ISROയുടെ സ്ഥാപിതമായ വർഷം. ഇപ്പം നിങ്ങൾ നോക്കി, ISRO പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് കറണ്ട് അഫെയർ മാത്രം പഠിച്ച് പോയാൽ മതിയോ? പോരാ. ISRO എന്ന സ്ഥാപനത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകൾ, അതായത് അതിൻ്റെ സ്ഥാപിതമായ വർഷം, അതിൻ്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് എവിടേക്കാണ് വന്നേക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? 1969 തന്നിട്ടുണ്ട്, 62 തന്നിട്ടുണ്ട്, 65 തന്നിട്ടുണ്ട്, 75 തന്നിട്ടുണ്ട്. എന്തായാലും ISRO പറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തായാലും ഈ വർഷം പഠിക്കാതെ പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ എൻ്റെ ആൻസർ അറിയാവുന്നതായിരിക്കും. 1969 ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? വർഷം ചോദിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പറയേണ്ടത് അതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നിങ്ങളെല്ലാവരും പഠിക്കുന്നതാണ്, ബാംഗ്ലൂരാണ്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം ഇനി വർഷമാണ് ചോദിച്ചത്, വേണമെങ്കിൽ PSCക്ക് ഡേറ്റ് ചോദിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ 10th ലെവലിൻ്റെ അകത്ത് നമ്മുടെ അയ്യങ്കാളിയുടെ ജനതീയതി എന്നാ ചോദിച്ചപ്പോഴത്തേക്ക് വർഷവും മാസവും തീയതിയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ISROയുടെ തീയതിയും ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, 1969 ഓഗസ്റ്റ് 15 ഒരു പക്ഷേ നിങ്ങൾക്ക് ഡേറ്റ് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരിക്കും. ഓഗസ്റ്റ് 15 എന്നുള്ള ഒരു ഇന്ത്യക്കാരനും മറക്കാത്ത ഡേറ്റ് ആണ്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. ഇനി അടുത്തത് ISROയുടെ തലസ്ഥാനം. ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, ഞാൻ ആൻസറും പറഞ്ഞതാണ്. അന്തരീക്ഷ ഭവൻ ബംഗളൂരു, അതാണ് ISROയുടെ തലസ്ഥാനം. ഇനി അടുത്തത് ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം. വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? അപ്പം ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം ഏതാണ്? 1972 ജൂൺ 1. അപ്പം നമ്മൾ 2 ഡേറ്റ് പഠിച്ചു. 1 സ്ഥാപിതമായത്, 2 ബഹിരാകാശ വകുപ്പിന് കീഴിലായത്. അത് ഓർത്തിരിക്കുക, അത് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. 1972 ജൂൺ 1. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി അടുത്തത്, ഇതുവരെ കേരള PSC ടച്ച് ചെയ്യാത്ത ഒരു പോർഷനാണ്. നമ്മുടെ ISRO വരുന്നതിന് മുമ്പ് ഇതിനൊരു മുൻഗാമി ഉണ്ടായിരുന്നു. അതാരാണ്? ദ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ ആണ് ISROയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സ്ഥാപനം. അപ്പോൾ ഇത് പേര് നോർത്ത് വെച്ചേക്കുക, ദ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ. ഇനി അടുത്തത്, ഈ ഇൻകോസ്പാർ സ്ഥാപിതമായ വർഷം ഏതാണ്? സിൻസ് നിങ്ങൾ ആ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഡേറ്റ് ഉണ്ടായിരുന്നു, 1962 എന്നുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഓർത്തിരിക്കുക, ഈ 1962 എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകോസ്പാർ സ്ഥാപിതമായ വർഷമാണ്. ഇൻകോസ്പാർ സ്ഥാപിതമായ വർഷമാണ് 1922. PYQ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ് PSCക്ക് അറിയായിരിക്കും. അതുകൊണ്ടാണല്ലോ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊന്നും ഓർത്തിരിക്കുക. എഗെയിൻ ഒരു PYQ ആണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടത്. അപ്പം ഓർത്തിരിക്കുക, ISROയുടെ മിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ഫാക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ താഴെ ചോദിച്ചേക്കുന്നത്. വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ K. ശിവൻ. നോക്കിയ ആ ഒരു ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ മിഷൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചെയർമാനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ISROയുടെ ഒരു മിഷൻ നടന്നു കഴിഞ്ഞാൽ അത് പഠിക്കുമ്പോൾ ആ സമയത്ത് ചെയർമാൻ ആരാണെന്ന് നിങ്ങൾ ഓഫ് കോഴ്സ് നോക്കിയിരിക്കേണ്ടതാണ്. അപ്പം K. ശിവനാണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് വിക്ഷേപണ വാഹനം LMV-3 ആണ്. അപ്പം എന്ത് ചെയ്യണം? ഒരു മിഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ അത് ഏതാണ് അതിൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വിക്ഷേപണ തീയതി, എഗെയിൻ കണ്ടോ, തീയതി നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ISROയുടെ ഒരു പ്രീമിയർ മിഷനായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അതുകൊണ്ടാവാം ഇത്രയും ഡെപ്തിൽ പോയിട്ടുണ്ടാവാം. അങ്ങനെ എല്ലാ മിഷൻ്റെ നിങ്ങൾ അറിയണമെന്നില്ല. ഇതുപോലെ പ്രീമിയർ അല്ലെങ്കിൽ ഇതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം സ്പേഡെക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചന്ദ്രയാൻ 4 വരുന്നുണ്ട്, ഗഗൻയാൻ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ പ്രോജക്ട് ഡയറക്ടറിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പം ഓർക്കുക, ചെയർമാനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രോജക്ട് ഡയറക്ടറിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിക്ഷേപണ വാഹനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലേക്ക് ആൻസറിൽ എത്താൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ചെയർമാൻ മാത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. കാരണം എന്താ, ചാന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ശിവൻ അല്ലായിരുന്നു, മറിച്ച് ആരായിരുന്നു? അത് പത്രം ഡെയിലി വായിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, അത് സോമനാഥ് ആയിരുന്നെന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓപ്ഷൻ ഒരു ഫ്രെയിം ചെയ്തേക്കുന്ന രീതി നോക്ക്. ഈ ഒരു ഒറ്റ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഓപ്ഷൻ തെറ്റാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എ ക്യാൻസൽ ചെയ്യാം, നമുക്ക് ബി ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഡി ക്യാൻസൽ ചെയ്യാം, ദെൻ ഓപ്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇതുപോലുള്ള ഫാക്റ്റുകൾ, അതായത് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒരു മിഷൻ നടക്കുമ്പോൾ ആ സമയത്ത് ചെയർമാൻ ആരാണെന്ന് ഓർത്തിരിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ചെയർമാൻ ഇത്രയും ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതുപോലെ അതായത് ISRO ഇപ്പോൾ ചാന്ദ്രയാൻ 3 സക്സസ് ആയപ്പോഴത്തേക്ക് സോമനാഥിന് അവിടെ നമ്മുടെ IAF ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇത് ആ സമയത്ത് ന്യൂസിൽ വന്നതാണ്, അതായത് 2024 ഒക്ടോബർ 14 ഹിന്ദുവിൽ വന്നതാണ്. അപ്പം എഗെയിൻ കേരള PSC ക്വസ്റ്റ്യൻ ഇൻസ്പയർഡ് ആവുന്നത് കറണ്ട് അഫെയർ തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണിത്. ഇനി വേറെ എന്തുകൊണ്ടാണ് ചെയർമാനെ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ അടുത്ത് നമ്മളുടെ ISROയുടെ ചെയർമാൻ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് വി നാരായണൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെയർമാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗെയിൻ ഒരു ഫാക്ച്വൽ നോളജാണ്, പുതിയതായിട്ട് വന്ന ചെയർമാൻ ആരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക, വി നാരായണനാണ്. ഇനി ഇപ്പം സോമനാഥ് ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ ഇന്ത്യ അറ്റൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ISRO അറ്റൈൻ ചെയ്തിട്ടുള്ള പ്രധാന മിഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നോക്കിയിരിക്കുക. മേ ബി അത് ചോദിച്ചേക്കാം. ഇനി ഇൻ കേസ് ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിൽ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ചാന്ദ്രയാൻ 3. ഇനി അടുത്തത് ആദിത്യ L1. എഗെയിൻ കേരള PSC ആദിത്യ L1നെ പറ്റി കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദിത്യ L1ഉം ഈസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സോമനാഥ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി SSLV എന്താണ്? SSLV ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, അതും അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. SSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ഇതാണ് SSLV എന്ന് പറഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇനി അടുത്തത് OceanSat 3 അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആയിരുന്നു. അടുത്തത് പുഷ്പക് RLV. അപ്പോൾ എഗെയിൻ എന്താണ് RLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, അതാണ് RLV. സോ അപ്പോൾ പുഷ്പക് RLV എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ വന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. ഇനി അടുത്തത് ആർട്ടമിസ് അക്കോർഡും അദ്ദേഹത്തിൻ്റെ ആർട്ടമിസ് അക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ടർ സ്പേസ് ട്രീറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് US-ആയിട്ട് സൈൻ ചെയ്തൊരു അക്കോർഡാണ് ആർട്ടമിസ് അക്കോർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സോമനാഥിൻ്റെ ചെയർമാൻഷിപ്പിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഒന്നുകൂടെ നമുക്ക് പറയാം, ചാന്ദ്രയാൻ 3 ഉണ്ട്, ആദിത്യ L1 ഉണ്ട്, SSLV ഉണ്ട്, OceanSat 3 ഉണ്ട്, പുഷ്പക് RLV ഉണ്ട്, ആർട്ടമിസ് അക്കോർഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ സോമനാഥിൻ്റെ ചെയർമാൻഷിപ്പിൽ നടന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയർമാനെ പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കൂടെ നമുക്ക് നോക്കാം. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ആദ്യ ചെയർമാൻ, ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും ISRO പഠിക്കുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ഫാക്റ്റ് ആയിരിക്കും, വിക്രം സാരാഭായ് ആണ് ആദ്യത്തെ ISROയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി, എഗെയിൻ ഈ പറഞ്ഞ പോലെ മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, MGK മേനോനാണ് ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായ വ്യക്തി സതീഷ് ധവാനാണ്. അപ്പം നമ്മൾ 3 ചെയർമാൻമാരെ നോക്കി. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്, ISROയുടെ ആദ്യ മലയാളി ചെയർമാൻ MGK മേനോൻ, ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തി സതീഷ് ധവാൻ. ഓർക്കുക, ഇത്രയും 3 കാര്യങ്ങൾ മറക്കാതെ ഓർക്കുക, അങ്ങോട്ട് വേണ്ടി തിരിഞ്ഞു പോകരുത്. ഓക്കെ, ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്, ഏറ്റവും കൂടുതലാണ് സതീഷ് ധവാൻ എന്ന് പറയുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. ഇനി ഇത് 2025 ജനുവരി 16, അതായത് ഈ അടുത്ത് ഈ ലേറ്റസ്റ്റ് വന്ന PIBയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്.
ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ക്യാബിനറ്റ് അപ്രൂവ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് തേർഡ് ലോഞ്ച് പാഡിന് ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്തു എന്നാണ് PIBയിലെ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ടയാണ്, ആന്ധ്രാപ്രദേശിലെ. അതൊരു പക്ഷേ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അത് ഇന്ത്യയിലെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയിലെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. വേണമെങ്കിൽ ഇത് ചോദിക്കാം, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ട എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ബഹിരാകാശ തുറമുഖം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ തെറ്റിപ്പോരുത്, അതും ശ്രീഹരിക്കോട്ട തന്നെയാണ്. ഇത് തമ്മിൽ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കാം. ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ടയാണ്. അടുത്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രവും ബഹിരാകാശ തുറമുഖവും ഒന്ന് തന്നെയാണ്, ശ്രീഹരിക്കോട്ടയാണ്. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അപ്പോൾ സതീഷ് ധവാനെ പറ്റി നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞേ ഉള്ളൂ. ISROയുടെ ചെയർമാൻമാരിൽ ഏറ്റവും കൂടുതൽ കാലം സെർവ് ചെയ്ത ചെയർമാനാണ് സതീഷ് ധവാൻ. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് സ്പേസ് സെന്ററിന് കൊടുത്തേക്കുന്നത്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇനി നമ്മൾ മിസ്സായി പോയ ഒരു സാധനമാണ് ഇത് റോക്കറ്റ് ലോഞ്ചിങ് പോർട്ട്. അതായത് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെപ്റ്റംബർ 21, 2020 PIBയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് പുതിയൊരു റോക്കറ്റ് ലോഞ്ചിങ് പോർട്ട് നമ്മൾ കുലശേഖരപട്ടണത്ത് സ്ഥാപിക്കുന്നതായിട്ടാണ് ന്യൂസ് പറയുന്നത്. തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്ത് പുതിയൊരു റോക്കറ്റ് ലോഞ്ചിങ് പോർട്ട് വരുന്നുണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ വേണേൽ വരാം, പുതിയതായി ഒരു റോക്കറ്റ് ലോഞ്ചിങ് പോർട്ട് വരുന്ന സ്ഥലം ഏതാണ്? അപ്പോൾ മറക്കാതിരിക്കുക, തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്താണ് പുതിയതായിട്ട് റോക്കറ്റ് ലോഞ്ചിങ് പോർട്ട് വരുന്നത്. എഗെയിൻ ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം. നമ്മൾ ഇത്രയും റോക്കറ്റാണ് പഠിച്ചത്, ഇത് ഇന്ത്യയിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? മിസൈൽ വിക്ഷേപണ കേന്ദ്രം വീലർ ദ്വീപ്, ഒഡീഷയിലെ വീലർ ദ്വീപാണ് മിസൈൽ പരീക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഓക്കെ, മിസൈൽ പരീക്ഷണ കേന്ദ്രം ഏതാണ്? മിസൈൽ പരീക്ഷണ കേന്ദ്രം വീലർ ദ്വീപ്, ഒഡീഷയിലെ വീലർ ദ്വീപാണ് മിസൈൽ പരീക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി അടുത്തത് തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മലയാളമായിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും. തിരുവനന്തപുരം തുമ്പയിൽ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്, ചെറിയൊരെണ്ണമുണ്ട്. അപ്പോൾ അവിടെ നിന്നും ആദ്യമായിട്ട് വിക്ഷേപിച്ച റോക്കറ്റ് എഗെയിൻ അങ്ങേറ്റൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. നൈക് അപ്പാച്ചെ ആണ് തുമ്പയിൽ നിന്നും നമ്മൾ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം തെറ്റിപ്പോകരുത്, അത് ശ്രീഹരിക്കോട്ടയോ സതീഷ് ധവാൻ സ്പേസ് സെന്ററോ അല്ല, മറിച്ച് വീലർ ദ്വീപാണ്, ഒഡീഷയാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അടുത്ത തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ ആണ്. ഓക്കെ, ഇനി ഈ അടുത്ത് ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏത് സോഫ്റ്റ്വെയർ ആണ്? ഭൂവൻ ആണ് കേട്ടോ. ഭൂവൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ISRO റീസെൻ്റ്ലി വികസിപ്പിച്ചെടുത്തത്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം, ഭൂവൻ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ്. നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയോളം എപ്പോഴും നിങ്ങൾ ന്യൂസിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് അഥവാ സ്പേഡക്സ് എന്ന് പറയുന്ന സാധനം. ഇത് ISROയുടെ മിഷൻ്റെ ഒരു ഫുൾ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ മൈൽ സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു മിഷനാണ് സ്പേഡക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി സ്പേഡക്സ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഡോക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സിമ്പിളാണ്. എന്തായാലും അത്ര ടെക്നിക്കാലിറ്റിയിലേക്ക് കേരള PSC പോകുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾ അതിനെപ്പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി വേണമല്ലോ. അപ്പം ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2 സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. ഈ സ്പേസ് ക്രാഫ്റ്റുകളെ നമ്മൾ ഇതുപോലെ ഒന്നിപ്പിക്കുന്ന ഒരു മിഷനാണ് എക്സ്പെരിമെൻ്റ് ആണ്
സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെ നമ്മൾ ഒന്നിപ്പിക്കുകയാണ്. ഒന്നിപ്പിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പേസ് ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെ ഒന്നിപ്പിക്കുന്നു. നിങ്ങൾ അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി സ്പേസ് ഡോക്കിങ്ങിനെ പറ്റി നമ്മൾ അറിയേണ്ടത്, ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പറഞ്ഞു രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 1, 2 ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. അപ്പം ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റിനും ISRO പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഫാക്ച്വൽ കാര്യമാണ്, നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഒന്നിൻ്റെ പേര് ചേസർ എന്നും മറ്റേതിൻ്റെ പേര് ടാർഗറ്റ് എന്നുമാണ്. അപ്പോൾ എന്താണ്? ചേസർ എന്നും ടാർഗറ്റ് എന്നുമാണ് ഓരോ സ്പേസ് ക്രാഫ്റ്റിൻ്റെയും പേര്. അപ്പം എന്താ ISRO യൂസ് ചെയ്ത രണ്ട് സ്പേസ് ക്രാഫ്റ്റ് ആണ് ഡോക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം അത് രണ്ടും കൂടെ ഒരുമിപ്പിക്കുന്ന പ്രോസസ് ആണല്ലോ ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റുകൾക്ക് ഓരോ പേരുകളുമുണ്ട്. എന്താണ് ആ പേരുകൾ? ചേസർ ആൻഡ് ടാർഗറ്റ്. ചേസർ ആൻഡ് ടാർഗറ്റ് എന്നാണ് ISRO ഉപയോഗിച്ച രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളുടെ പേര് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്പേസ് ഡോക്കിംഗ് സക്സസ്ഫുള്ളി ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്പേസ് ഡോക്കിംഗ് സക്സസ്ഫുള്ളി ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇതിനു മുമ്പ് ഏതൊക്കെ രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഓഫ് കോഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 3 രാജ്യങ്ങൾ തന്നെയാണ്. 1 അമേരിക്ക, 2 റഷ്യ, 3 ചൈന. അപ്പം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഏറ്റവും ആദ്യം ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്പെരിമെന്റ് കൈവരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഓർത്തിരിക്കുക, സ്പേസ് ഡോക്കിങ്ങിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസ് ഡോക്കിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്ത രാജ്യങ്ങളെ മറക്കരുത്. അമേരിക്ക, റഷ്യ, ചൈന. ഈ 3 രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. ഇനി അടുത്തൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, ഇതിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം, ഇതിനായിട്ട് യൂസ് ചെയ്ത വിക്ഷേപണ വാഹനം ഏതാണ്? കാരണം ചന്ദ്രയാൻ 3ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണ്, വിക്ഷേപണ വാഹനവും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് PSLV Mark 3 ആയിരുന്നു. എഗെയിൻ ഇവിടെയും PSLV തന്നെയാണ്, Mark 3 അല്ല, പകരം C60 ആണ്. സോ PSLV C60 ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്ത വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്ത വിക്ഷേപണ വാഹനം PSLV C60 ആണ്. ഓക്കെ, ഇനി ഡോക്കിംഗ് നടക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഈ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളും എത്ര കിലോമീറ്റർ അകലെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 475 കിലോമീറ്റർ അകലെയാണ് എന്ത്? ഡോക്കിംഗ് നടക്കുമ്പോൾ പേടകങ്ങൾ ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 475 കിലോമീറ്റർ ആണ്. അപ്പം ഓർക്കുക, രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളെ ഒന്നിപ്പിക്കുന്ന പ്രോസസ് ആണ് സ്പേസ് ഡോക്കിംഗ്. രണ്ട് സ്പേസ് ക്രാഫ്റ്റുകൾ എന്തായാലും വേണം. അപ്പോൾ ISRO ഉപയോഗിച്ച രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളുടെ പേരാണ് ചേസർ എന്നും ടാർഗറ്റ് എന്നും. ഇനി ഡോക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആരൊക്കെയായിരുന്നു? USA ഉണ്ടായിരുന്നു, ദെൻ റഷ്യ ഉണ്ടായിരുന്നു, ദെൻ ചൈന. ഇവർ 3 പേരുമാണ് ഇതിനു മുമ്പ് ഡോക്കിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത രാജ്യങ്ങൾ എന്ന് പറയും. USA, റഷ്യ ആൻഡ് ചൈന. ഓക്കെ, അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഒരു ഫാക്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണോപഗ്രഹം ഏതാണ്? അത് ആദിത്യ L1 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ അത് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചോദിച്ചത് അത് വിക്ഷേപിച്ചത് എന്നാണെന്നുള്ളതാണ്. വിക്ഷേപിച്ച ഡേറ്റ് ആണ് നമ്മുടെ ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ മിഷനും നിങ്ങൾ നോക്കുമ്പം അത് വിക്ഷേപിച്ച തീയതിയും കൂടെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രധാനപ്പെട്ട മിഷൻസ് ആണെങ്കിൽ അത് ലോഞ്ച് ചെയ്ത ഡേറ്റും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 2 എന്ത് ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. ഓക്കെ, പിന്നെ
ആദ്യത്തെ L1 പറ്റിയിട്ട് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അപ്പോൾ എഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സൗരോദ്യത്തിൻ്റെ പേര് അല്ലെ സൗരോദ്യത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ നമ്മളുടെ നേരത്തുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ഇറ്റ്സ് ആദിത്യ L1. ഇനി അടുത്തത് സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യം. എഗെയിൻ ആദിത്യ L1. കണ്ടോ? അപ്പോൾ ഇതുപോലുള്ള മിഷന്റെ പേരുകളൊക്കെ ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും പ്രശ്നം വരുന്ന ഡേറ്റിലൊക്കെ ആയിരിക്കും. ഡേറ്റ് അത്രയും ഫാക്റ്റ് അല്ല. 2023 സെപ്റ്റംബർ 2 തന്നെ നമ്മൾ ഓർത്തിരിക്കുക. അല്ലാതെ പേരൊക്കെ ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കേരള PSC ചോദിക്കുന്നത്. ഇനി അടുത്ത ആദ്യത്തെ L1 പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ സൂര്യനെ പറ്റി സമഗ്രമായി പഠിക്കുന്നതിനുള്ള ഉപഗ്രഹമാണ് ആദിത്യ L1. ഇവിടെ L1 എന്ന് സൂചിപ്പിക്കുന്നത് ലഗ്രാഞ്ച് പോയിന്റ് 1നെയാണ്. ആദിത്യ എന്ന് പറഞ്ഞാൽ സൂര്യൻ. L1 എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ച് പോയിന്റ് 1 ആണ്. ഈ ലഗ്രാഞ്ച് പോയിന്റ് 1ന്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആദിത്യ L1 എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റിനെ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ലഗ്രാഞ്ച് L1 അല്ലെങ്കിൽ ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്ന ആ പോയിന്റിലാണ്. ആ പോയിന്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെയും ഭൂമിയുടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സാറ്റലൈറ്റ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാതെ അവിടെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. കാരണം രണ്ടിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ L1 സാറ്റലൈറ്റ് അവിടെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് L1 നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി അഗെയിൻ ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ പ്രൊപ്പലന്റ് ഏതാണ്? നോക്കൂ, ഇത് അല്പം ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ നമ്മൾ ഇത്രയും ഡെപ്തിൽ പഠിക്കില്ലായിരിക്കും അല്ലേ. ഇത് ചാന്ദ്രയാൻ 3 ആണ്. നിങ്ങൾ നോക്കിയാൽ ചാന്ദ്രയാൻ 3യെ പറ്റിയിട്ട് കുറേ ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ചാന്ദ്രയാൻ 3യെ പറ്റിയിട്ടായിരുന്നു. അവിടെ ഭയങ്കര ഇൻഡെപ്ത് ആയിരുന്നു. അവിടെ നമ്മുടെ ഏതാണ് ലോഞ്ച് വെഹിക്കിൾ എന്ന് ചോദിച്ചു, പ്രൊജക്ട് ഡയറക്ടറിനെ ചോദിച്ചു, ISRO ചെയർമാനെ പറ്റി ചോദിച്ചു, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് പോരാഞ്ഞിട്ട് പ്രൊപ്പലൻ്റ് ഏതാണെന്ന് വരെയാണ് ചോദിച്ചേക്കുന്നത്. അത് ഈ ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത് അത്ര ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള, അത്ര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷൻ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരള PSC ഇത്രയും ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സക്സസ് ആയിട്ടുള്ള മിഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡെപ്ത് പഠിച്ചിരിക്കണമെന്നാണ് നമ്മുടെ എക്സാമിനർ പറയുന്നത്. അതായത് ISROയുടെ ആ ഒരു മിഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള മിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇൻഡെപ്ത് അറിഞ്ഞിരിക്കണമെന്ന് എക്സാമിന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊപ്പലൻ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ബേസിക് ക്വസ്റ്റ്യൻ അല്ല, ഡെപ്ത് തന്നെയാണ്. വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ റോവർ ഉണ്ട്, ലാൻഡർ ഉണ്ട്, ഓർബിറ്റർ ഉണ്ട്, പ്രൊപ്പൽഷൻ മൊഡ്യൂളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാൻഡറും റോവലും പ്രൊപ്പൽഷൻ മൊഡ്യൂളും നമ്മൾ ചാന്ദ്രയാൻ 3യിലൂടെ വിട്ടതാണ്. പകരം ഓർബിറ്റർ നമ്മൾ ആക്ച്വലി ചാന്ദ്രയാൻ 2ൻ്റെ കൂടെ വിട്ടതാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം കണ്ടോ, എഗെയിൻ ചാന്ദ്രയാൻ 2ഉം 3യും കൂടെ ജസ്റ്റ് ഒരു കമ്പാരിറ്റീവ് വന്നിട്ടുണ്ട്. കണ്ടോ, അത് രണ്ടും ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മിഷൻ ആയതുകൊണ്ടാവാം രണ്ടിനും ഒരു കമ്പാരിസൺ വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എഗെയിൻ പറയുന്നത് എന്താണ്, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ISROയുടെ ഒരു മിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ അതിൻ്റെ ഇൻഡെപ്ത് അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ്. കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മുടെ എക്സാമിനർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എഗെയിൻ ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. ഓക്കെ, റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. അപ്പം ഓർത്തിരിക്കുക, പ്രഗ്യാനാണ് എന്ത്, റോവർ. ഇത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഇനിയും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രഗ്യാനാണ്. അപ്പം വിക്രമാണ് എന്ത്, ലാൻഡർ. വിക്രമാണ് ലാൻഡർ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ, ലാൻഡർ വിക്രം. ഇനി അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, നമ്മൾ ചാന്ദ്രയാൻ 3 പോയി ലാൻഡ് ചെയ്ത് നമ്മുടെ വിക്രം ലാൻഡ് ചെയ്ത് നമ്മൾ PM ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും, അത് ശിവശക്തി പോയിന്റ് എന്നാണ് അദ്ദേഹം കൊടുത്തത് കേട്ടോ. എന്താണ് ശിവശക്തി പോയിന്റ്? ശിവശക്തി പോയിന്റ് എന്നാണ് PM അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ വേണമെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി എഗെയിൻ ചാന്ദ്രയാൻ 3യുടെ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത്രയും ഡേറ്റുകളുണ്ട്. അതായത് ജൂലൈ 14 വിക്ഷേപിച്ചത്,
ഓഗസ്റ്റ് 5 പേടകം ചന്ദ്ര ഭ്രമണപഥത്തിൽ എത്തുന്നു. ഓഗസ്റ്റ് 17 ലാൻഡർ മൊഡ്യൂൾ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വേർതിരിക്കുന്നു. ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡർ വിക്രം സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. ഓഗസ്റ്റ് 24 പ്രഗ്യാൻ എന്ന റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ പര്യവേഷണം നടത്തുന്നു. നവംബർ 22 തുടർച്ചയായ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്കായി പ്രൊപ്പലൻ മൊഡ്യൂൾ ഉയർന്ന ഭൂമിയുടെ ഭ്രമണത്തിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എങ്കിലും ചന്ദ്രയാൻ 3യെ പറ്റി അറിഞ്ഞിരിക്കുക. കാരണം ചന്ദ്രയാൻ 3യുടെ ഇൻഡെപ്ത് സാധനങ്ങൾ, കാരണം നിങ്ങൾ ഫസ്റ്റ് PYQവിൽ ഞാൻ പറഞ്ഞാണ് അതിൻ്റെ അകത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജൂലൈ 14, 2023 എന്നുള്ള ഡേറ്റ് നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഡേറ്റുകളും കൂടെ അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ചന്ദ്രയാൻ 3യെ പറ്റി ഇനി അവർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി പൊതുവെ കുറവാണ്. കാരണം അതിനുശേഷം കുറേ മിഷൻസ് വന്നല്ലോ. അപ്പോൾ ഇനി ഇപ്പോൾ സ്പേഡെക്സിനെ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം പൊട്ടൻഷ്യലാണ് ചോദിക്കാൻ. ഇനി അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതി. എഗെയിൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സോ അപ്പോൾ ഇതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ മിഷൻ ഇതുവരെ നമ്മൾ കഴിഞ്ഞിട്ടില്ല. അപ്പം ഏതാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇന്ത്യയുടെ പദ്ധതി? ആൻസർ എന്ന് പറയുന്നത് ഗഗൻയാനാണ്. ഗഗൻയാനാണ് എന്ത്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇന്ത്യയുടെ പദ്ധതി. ഓർത്തിരിക്കുക, ഗഗൻയാൻ. ഓക്കെ, ഇപ്പം ഗഗൻയാനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം. 2021 ഡിസംബറിൽ വിക്ഷേപിക്കാനിരുന്നതായിരുന്നു. പിന്നീട് അത് വൈകുകയായിരുന്നു. 3 ബഹിരാകാശ യാത്രക്കായുള്ള യാത്രാ സൗകര്യമാണ് പേടകത്തിലുള്ളത്, 3 പേർക്കായിട്ടുള്ളത്. 1000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. വിജയകരമായി പൂർത്തിയാക്കിൽ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന 4ാമത്തെ രാജ്യമാവും ഇന്ത്യ. അഗെയിൻ മറ്റ് രാജ്യങ്ങൾ തന്നെയാണ്, US, റഷ്യ, ചൈന. അവർ 3 രൂപയാണ് ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ളത്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 6 പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 6 പരീക്ഷണങ്ങളും വിജയകരമായി തന്നെ നമ്മൾ ചെയ്തു. ഇനി TVD1 പരീക്ഷണം, അതായത് ഇനി വേണമെങ്കിൽ ചോദിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. TVD1 പരീക്ഷണം നടന്ന എന്നാണ്? 2023 ഒക്ടോബർ 21 കേട്ടോ. TVD1 പരീക്ഷണം നടന്നത് 2023 ഒക്ടോബർ 21. അപ്പം ISROയെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഫാക്റ്റുകളും കുറച്ച് കറണ്ട് അഫെയറുമാണ് നമ്മൾ നോക്കിയത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയത്. കാരണം ഞാൻ ഇത്രയും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിനർ ISRO എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി ISROയെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെ ISROയുടെ മിഷനെ പറ്റി പഠിക്കുമ്പം കൂടുതൽ നിങ്ങളുടെ എക്സാമിനറിനെ അറിഞ്ഞ് പഠിക്കാൻ പറ്റും. അല്ലാതെ റാൻഡം കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫാക്റ്റ് പിക്ക് ചെയ്യുന്ന അപ്പുറത്തേക്ക് നിങ്ങളുടെ എക്സാമിനർ എന്ത് ചോദിക്കുന്നു, അങ്ങനെ എക്സാമിനറിനെ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ISROയെ പറ്റി പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഉള്ളിൽ വെക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ തവണ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആയാലും 10th പ്രിലിംസ് ആയാലും കിട്ടണമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ.